കഥാപാത്രങ്ങളും അഭിനേതാക്കളും: നേര് ജെയിംസ്, ചന്ദ്രപ്രതാപ്, ജയശ്രീ, അരുണിമ രാധാകൃഷ്ണൻ, രാജീവൻ, ജിതിൻ അരവിന്ദാക്ഷൻ, മെർലിൻ, കൃഷ്ണകിരൺ കിഷൻ, സ്റ്റേഷൻ മാസ്റ്റർ ഷൈൻ ചന്ദ്രസേനൻ, പ്രൊഫസർ ഡോക്ടർ ജെറോ വർഗീസ്, തുഷാര ദിയ ബിനോയ്, അമ്മാവൻ തുളസീധരൻ പിള്ള, പെൺകുട്ടി പല്ലവി സൂരജ്, നന്ദു രോഹിത് ഷൈൻ, തുഷാരയുടെ കാമുകൻ ബിനോയ് പിള്ള. നാടകാവിഷ്കാരം സംവിധാനം സൂരജ് ലാൽ TS. പ്രിയമുള്ളവരെ, വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ വിനയപുരസ്സരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന നാടകം യാത്ര. നവമാധ്യമങ്ങൾ വളരെ വിപുലമായ ഒരു സ്വാധീന ശക്തിയായി ഇന്ന് മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയും വാർത്താ ചാനലുകളും ഉൾപ്പെടുന്ന മാധ്യമ ലോകം നാം ഇന്ന് എന്ത് ചിന്തിക്കണമെന്ന് കൽപ്പിക്കുന്നു. മലയാളിയുടെ ദൃശ്യബോധത്തെ മാത്രമല്ല, മാനസിക നിലയെ തന്നെ അത് വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അന്തിച്ചർച്ചകളിൽ വിരുദ്ധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ ശത്രുതാപരമായ ഏറ്റുമുട്ടലുകളും പോർവിളികളും കൊണ്ട് കിടിലം കൊള്ളുകയാണ് നമ്മുടെ സ്വീകരണ മുറികൾ. ക്ഷോഭമാണ് മുഖ്യഭാവം. ഏറ്റവും ഉച്ചത്തിലും വിവേകരഹിതവുമായി സംസാരിക്കുന്നയാൾ വിജയിക്കുന്നു. സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ കണ്ടെത്തുന്നതിലല്ല, മനുഷ്യ മനസ്സിൻ്റെ കുൽസിത വികാരങ്ങളെയും ബലഹീനതകളെയും ചൂഷണം ചെയ്യുന്ന വാർത്തകൾ നിർമ്മിക്കാൻ അവർ മത്സരിക്കുന്നു. ഊതി വീർപ്പിക്കുന്ന വാർത്തകൾ സമൂഹത്തിൽ മതവൈര്യത്തിൻ്റെയും അക്രമത്തിൻ്റെയും ലൈംഗിക അരാജകത്വത്തിൻ്റെയും വിത്തുകൾ പാകുന്നു. പുതിയ ലോകം അത് അരാജകത്വത്തിൻ്റേതാണെന്ന് യുവജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. വാർത്തയെന്നത് ഒരു ഉൽപ്പന്നമാകുമ്പോൾ അവയെ അതിഭാവുകത്വത്തിൻ്റെ നിറക്കൂട്ടുകൾ നൽകി ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. വരൂ, നമുക്കൊരു യാത്ര പോകാം. നവമാധ്യമങ്ങളാൽ മനസ്സും ബുദ്ധിയും മരവിച്ച ഒരു ലോകത്തേക്ക്. ഇന്നും പതുപോലെ തന്നെ ഈ സ്റ്റേഷനിൽ നിന്നാരും കയറുകയോ ഇറങ്ങുകയോ ചെയ്യുന്നില്ല. ഒരു സ്റ്റേഷൻ മാസ്റ്റർ എന്ന നിലയ്ക്ക് എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. എല്ലാം വിചിത്രമായിരിക്കുന്നു. നോക്ക്, ട്രെയിനിൻ്റെ എല്ലാ വാതിലുകളും ജനാലകളും അടച്ചിട്ടിരിക്കുന്നു. ആരും പുറത്തേക്ക് നോക്കുന്നില്ല. ഈ വണ്ടി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ശ്രദ്ധിച്ചോ, വണ്ടിക്കുള്ളിൽ നിന്നും ചായ പലഹാരങ്ങൾ വിൽക്കുന്നവരുടെ ശബ്ദം പോലും ഒരു പ്രത്യേക രീതിയിലാണ് പുറത്തേക്ക് വരുന്നത്. ഒരു രാത്രി വണ്ടി പോലെ അകത്ത് മുഴുവൻ ലൈറ്റിട്ടിരിക്കുന്നു. യാത്രക്കാർ പ്രതിമ കണക്കെ അനക്കമറ്റിരിക്കുന്നു. അയ്യോ, വണ്ടി പുറപ്പെടുന്നു.
ഞാൻ ഞാൻ കൊടി വീശാൻ മറന്നു. എൻ്റെ കൊടി എവിടെ? എൻ്റെ കൊടി ആ, അങ്ങനെ ആ വണ്ടിയും കടന്നുപോയി. ആരാണവിടെ? ആരോ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അതൊരു സ്ത്രീയല്ലേ? ഒരു ഗർഭിണി? പക്ഷേ ഈ ട്രെയിനിൽ നിന്നും ആരും ഇവിടെ ഇറങ്ങിയിട്ടുമില്ല, കയറിയിട്ടുമില്ല. പിന്നെ എൻ്റെ തോന്നലാകാം. മഴ പെയ്യാൻ തുടങ്ങുകയാണോ? നല്ല കാറ്റ്, വല്ലാത്ത തണുപ്പ്. മരുഭൂമിയുടെ വിജനതയും ഏകാന്തതയുടെ ഈ കാറ്റും ഈ സ്റ്റേഷനെ ഏതോ ഒരു അന്യഗോളമാക്കി മാറ്റിയിരിക്കുന്നു. കാർമേഘങ്ങളും അപൂർവങ്ങളായ പക്ഷികളും ഇതിലൂടെ ഭയപ്പാടോടെ മാത്രം കടന്നു പോകുന്നു. ചിലപ്പോൾ ഈ പാളങ്ങൾ കാണുമ്പോൾ കരിങ്കൽ കൂനകളിൽ പൂണ്ട് മയങ്ങുന്ന ഏതോ വിഷപ്പാമ്പിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കേൾക്കുന്നില്ലേ ഒരിരമ്പം? മരണസമാനമായ പ്രേതാത്മാക്കൾ എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ ഒരിരമ്പൽ. എന്താണ് അത് പറയുന്നത്? എന്താണ് അത് പറയാൻ ശ്രമിക്കുന്നത്? സാർ, എറണാകുളത്ത് നിന്നും വരുന്ന ട്രെയിൻ വരാൻ സമയമായോ? ആരാണ് നിങ്ങൾ? ഈ രാത്രി നിങ്ങൾ എവിടെ പോകുന്നു? പോകാനല്ല, കാണാൻ. ഇന്നെൻ്റെ രാജീവേട്ടൻ വരും. അല്ല, കൊണ്ടുവരും. ആര് വരുമെന്നാ പറയുന്നത്? ഭ്രാന്ത് പറയാതെ. എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ഭർത്താവ്, ഭ്രാന്താശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ജയിലിൽ നിന്നും പരോളിൽ. ഭ്രാന്താശുപത്രിയോ? പരോളോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവിടെ ആര് വരാൻ? നിങ്ങൾ തിരികെ പോകൂ പ്ലീസ്. ഇല്ല, എൻ്റെ രാജീവേട്ടൻ വരും. ഇവിടെ ആരും വരില്ല. ഭൂമിയിലെ ഏതോ ഒരു അജ്ഞാത ദ്വീപ് പോലെയായിരിക്കുന്നു ഈ സ്റ്റേഷൻ. ഇടയ്ക്ക് വിരുന്നു വരാൻ പക്ഷികൾ പോലും മടിക്കുന്നു. ഇവിടേക്ക് ആരും വരില്ല. പിന്നല്ലേ ഒരു ഭ്രാന്തൻ വരും പോലും. നിർത്ത്! ഭ്രാന്തനല്ല, എൻ്റെ രാജീവേട്ടൻ ഭ്രാന്തനല്ല. ഈ സമൂഹവും അതിഭാവുകത്വങ്ങൾ നിറഞ്ഞ വാർത്തകൾ ഉണ്ടാക്കുന്ന നവമാധ്യമങ്ങളും കൂടി എൻ്റെ രാജീവേട്ടനെ ഭ്രാന്തനാക്കിയതാണ്. പാവം എൻ്റെ രാജീവേട്ടൻ. ഈ നശിച്ച ലോകമാണ് എല്ലാത്തിനും കാരണം. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീയും ഒരു ഭ്രാന്തിയാണോ? ദേ, ആ പാളത്തിൻ്റെ ഓരത്തായിരുന്നു ഞങ്ങളുടെ കൊച്ചു വീട്. 5 വർഷങ്ങൾക്ക് മുമ്പ് എത്ര സന്തോഷത്തോടെയാണ് ഞങ്ങൾ അവിടെ ജീവിച്ചിരുന്നത്. കെട്ടുറപ്പില്ലാത്ത ഞങ്ങളുടെ കൊച്ചു വീടിന് സ്നേഹത്തിൻ്റെ മതിലുകളുണ്ടായിരുന്നു. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. അന്നമൂട്ടുന്ന കർഷകന് പാദ നമസ്കാരം. കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
കർഷക ദിനത്തിന് സവിശേഷമായ പ്രാധാന്യങ്ങളേറെയുണ്ട്. ജയശ്രീ, നീ എവിടെയാണ്? ആ രാജീവേട്ടാ, ഇന്ന് നേരത്തെ എത്തിയോ? ഞാൻ ദേ വരുന്നേ. ഈ ചോറൊന്ന് വാർത്തോട്ടെ, ഞാൻ ചായ എടുക്കാം. വേണ്ട വേണ്ട, ഇപ്പൊ ഒന്നും എടുക്കണ്ട. ഞാൻ പറഞ്ഞതല്ലേ ഈ വയ്യാതിരിക്കുന്ന സമയത്ത് ജോലികളൊന്നും ചെയ്യരുതെന്ന്. അതൊന്നും സാരമില്ല ഏട്ടാ, എനിക്കിപ്പോ ക്ഷീണമൊന്നും ഇല്ല. ഏട്ടാ ഇരിക്കണേ, ഞാൻ ഇപ്പൊ വരാം. ആ ശരി ശരി, നാളെ മുതൽ ഭക്ഷണം ആ തട്ടുകടയിൽ നിന്നാണ് വാങ്ങിക്കാം. ആ റിമോട്ട് എവിടെ? ആ ഇവിടെ ഉണ്ടോ? ആലുവ ചാത്തൻപുറത്ത് 9 വയസ്സുകാരിയെ ഉറങ്ങിക്കിടന്ന വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്. കുട്ടിയെ സമീപത്തെ പാടത്ത് നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവം. കുട്ടിയെ മാതാപിതാക്കൾ അറിയാതെ എടുത്തുകൊണ്ടു പോവുകയായിരുന്നു. പരിക്കേറ്റ കുട്ടിയെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച് സൗമ്യ മരണത്തിന് കീഴടങ്ങിയ ദിവസമാണിന്ന്. 6 വർഷം മുൻപാണ് ബലാത്സംഗ ശ്രമത്തിനിടെ തീവണ്ടിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ മരിച്ചു. 7 വർഷം നീണ്ടുനിന്ന നിയമയുദ്ധത്തിനൊടുവിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത് കൊടും കുറ്റവാളികളായ 4 പേരുടെ വധശിക്ഷയ്ക്കാണ്. രാജ്യതലസ്ഥാനത്ത് ഒരു ഡിസംബർ മാസം രാത്രിയിൽ 23-കാരിയായ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയെ ഈ 4 പേരും മറ്റ് 2 പേരും കൂടി ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി മൃഗീയമായി പീഡിപ്പിച്ച് റോഡരികിലേക്ക് വലിച്ചെറിഞ്ഞു. ആലുവയിലെ 5 വയസ്സുകാരുടെ അരുംകൊലയിൽ വിറങ്ങലിച്ച് കേരളം. ബീഹാറിൽ നിന്നെത്തിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 22 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ആലുവ മാർക്കറ്റിന് സമീപത്ത് ചാക്കിൽ കെട്ടി കല്ലുവെച്ച് മറച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രതി അസഫാക്ക് ആലം കുറ്റം സമ്മതിച്ചു. പൈശാചികമായി കൊല്ലപ്പെട്ട സ്വന്തം മകളുടെ മൃതദേഹം കണ്ടിട്ട് തിരികെ വന്ന ആ അച്ഛൻ്റെ ദൃശ്യം ഒരിക്കലും മനസ്സിൽ നിന്ന് മായില്ല. വിതുമ്പുന്ന മനസ്സുമായി ശിരസ് കുനിച്ചുകൊണ്ടായിരുന്നു ആ അച്ഛൻ നടന്നു നീങ്ങിയത്. ഞാനും നിങ്ങളും ഇവിടുത്തെ സംവിധാനവുമാണ് ആ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ ശിരസ് നമിക്കേണ്ടത്. മകളെ മാപ്പു. ശരത് തമ്പാട്ടുകാവിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇതിൽ നിന്ന് എന്നാണ് ഒരു നല്ല വാർത്ത കേൾക്കാൻ കഴിയുന്നത്? രാജീവേട്ടാ, ദേ ചായ കുടിക്കേ. എന്തിനാ ഈ ജോലിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ഇന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? 6 മാസം തികഞ്ഞിരിക്കുക നമ്മുടെ മോക്ക്. വെറുതെ ഇരിക്കുമ്പോ ഒരു 100 കൂട്ടം ചിന്തകളാണ്. എന്തിന്? ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ? നമുക്ക് നല്ലൊരു അടച്ചുറപ്പുള്ള വീടുണ്ടാക്കണം. ഒരു പെൺകുട്ടിയാണ് വരാനിരിക്കുന്നത്. നോക്കി നിൽക്കെ അവൾ അങ്ങ് വളരും. ശരിയാണ് ഏട്ടാ, എന്തൊക്കെയാണ് ദിവസേന കേൾക്കുന്നത്. എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. വാർത്തകളൊന്നും ഞാനിപ്പോ കാണാറില്ല. അയ്യോ, ഞാൻ അത്താഴം എടുക്കാം. നിൽക്കടോ, വിശപ്പ് തോന്നില്ല. ഇന്ന് ചെക്കപ്പിന് പോയപ്പോൾ വരാനിരിക്കുന്നത് ഒരു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം. അപ്പോൾ എനിക്കോ? അവൾക്ക് എൻ്റെ അമ്മയുടെ പേരിടണം. അവളെ ഒരു നർത്തകിയാക്കണം. എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയതെല്ലാം അവളിലൂടെ എനിക്ക് കാണണം. അവളെ പാട്ടും പഠിപ്പിക്കണം. രാജീവേട്ടനെ പോലെ അവളും പാടുമായിരിക്കും അല്ലേ? എല്ലാം പഠിപ്പിക്കാം. അവളെ ഒന്ന് കാണാൻ കൊതിയായി എൻ്റെ മോളെ. എൻ്റെ മനസ്സിലേക്ക് നമ്മുടെ കലാലയവും ആ യുവജനോത്സവ രാത്രിയും ഒക്കെ കടന്നു വരുന്നു. ജയേ, ഒരു വലിയ നർത്തകിയാകേണ്ടിയിരുന്ന നിന്നെ ഞാനല്ലേ? അപ്പോൾ ഈ ഗായകനോ? എൻ്റെ നൃത്തത്തെയും ഏട്ടൻ്റെ പാട്ടിനെയുമാണോ നമ്മളന്ന് കൂടുതൽ സ്നേഹിച്ചത്? ജാതിയുടെയും സമ്പത്തിൻ്റെയും തോതിൽ നമ്മൾ തുല്യരല്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒളിച്ചോടേണ്ടി വന്നവരല്ലേ നമ്മൾ? പഠിത്തവും നൃത്തവും ഒക്കെ ഉപേക്ഷിച്ച് നമ്മുടെ കലാലയവും വിട്ട് ഇന്ന് നീ എന്നോടൊപ്പം ഈ ഇല്ലായ്മകളിൽ. ഇന്നാണെങ്കിൽ ദുരഭിമാനക്കുള്ള നടന്നേനെ. നശിച്ച ലോകം. എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ്. എത്ര നാളായി രാജീവേട്ടനൊന്ന് പാടിയിട്ട്. എനിക്ക് വേണ്ടി ഒന്ന് പാടോ? നമ്മുടെ മോള് കേൾക്കട്ടെ. ഒന്ന് പാടോ? നീ ചുവട് വയ്ക്കുമെങ്കിൽ ഞാൻ പാടാം. നമ്മുടെ മോള് കാണട്ടെ അമ്മ ഒരു നല്ല നർത്തകിയാണെന്ന്.
പമഗദ നിപമഗ സനി പമ ഗസനിപ പമഗസ നി പമഗ സനി പമ ഗദനി പ സഗ നി സ പനി മപഗ മസഗ പനി സഗ നിസഗമ സഗമപ ഗമപനി സപപപനി ഗഗമ സപപപനി മമപ സപപപനി മമപ നി സഗ സഗമ ഗമപ. രാജീവ, ആ അമ്മാവനാ? എന്ത് ഈ രാത്രിയിൽ? നിങ്ങൾ ചെക്കപ്പിന് പോയ കാര്യമൊക്കെ ഇവൻ പറഞ്ഞിരുന്നു. മോളെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി കയറിയതാ. കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞ അമ്മാവാ. ഇനി അടുത്ത മാസം പോണം. ശ്രദ്ധിക്കണം, ആരോഗ്യമൊക്കെ നോക്കണം. ഒരാളല്ല, 2 പേരാണ്. എല്ലാവർക്കും ഇപ്പൊ എന്നോട് എന്തൊരു കരുതലാ. രാജീവനെല്ലാം വിശദമായി പറഞ്ഞു. തേങ്ങ വിറ്റുന്ന് കുറച്ച് കാശ് കിട്ടി. എവിടെ നിന്നോ ഇന്ന് ആ രാമൻ പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിലെ എല്ലാ ജോലികളും ബംഗാളികൾ ചെയ്യും, പക്ഷെ തേങ്ങ ഇടാൻ രാമൻ വേണം. അവനാണേ മന്ത്രിയുടെ പവറാ. ദാ മോളെ, കുറച്ച് കാശ വെച്ചോ. എന്തെല്ലാം ചെലവാ ഇനി വരാനുള്ളതെന്നറിയാമോ? കാശൊക്കെ ഉണ്ടമ്മാവാ, ഇപ്പൊ വേണ്ട. ഒരു പെൺകുഞ്ഞാ വരാൻ പോകുന്നത്. ഇരിക്കട്ടെ മോളെ. മോളാണെന്ന കാര്യം അപ്പൊ അമ്മാവനോട് പറഞ്ഞോ രാജീവേട്ടാ? ഇനി ആരായി കരയിൽ അറിയാനുള്ളത്? അമ്മാവനോട് മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ സന്തോഷം കൊണ്ടല്ലേ. എനിക്ക് സ്വന്തമെന്നും ബന്ധമെന്നും പറയാൻ നിങ്ങളല്ലേ ഉള്ളൂ. ഞങ്ങൾക്കും വേറെ ആരുണ്ടമ്മാവാ? എനിക്ക് ഒരേ ഒരു പെങ്ങളായിരുന്നു ഇവൻ്റെ അമ്മ. രാജീവൻ 5 വയസ്സുള്ളപ്പോഴാണ് ഗർഭിണിയായ ഒരു പെണ്ണാണെന്ന് പോലും നോക്കാതെ ആ റെയിൽവേ പുറമ്പോക്കിൽ വെച്ച് കടിച്ചും വലിച്ചും കൊന്നില്ലേ കുറെ കാട്ടാളന്മാർ. ഒന്ന് നിർത്തുന്നുണ്ടോ? കഴിഞ്ഞുപോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും. കഴിഞ്ഞുപോയ കാര്യങ്ങൾ പോലും. നിനക്ക് ജനിക്കാൻ പോകുന്നതും ഒരു പെൺകുഞ്ഞാണ്. ചുറ്റിനും കണ്ണു വേണം, സൂക്ഷിച്ചോ, അല്ലെങ്കിൽ നിർത്താനല്ലേ പറഞ്ഞത്? ഇതെന്താ അമ്മാവ ഇങ്ങനെയൊക്കെ പറയുന്നത്? ജയശ്രീ, മതി, പോയി അത്താഴം എടുത്തു വയ്ക്കി. അമ്മാവൻ ഇരിക്കെ, ആഹാരം കഴിച്ചിട്ട് പോകാം. വേണ്ട മോളെ, ഞാൻ പോകുന്നു. നാളെ വരാം. എന്നാലും അമ്മാവനോട് അങ്ങനെ ദേഷിക്കണ്ടായിരുന്നു. എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നത്? രാജീവേട്ടാ, രാജീവേട്ടാ, എന്താ ഏട്ടാ? ഒന്നുമില്ല. വാ, കിടക്കാം. നീ മരുന്നൊക്കെ എടുത്ത് കഴിക്കാൻ നോക്ക്. പ്രഭാതഭേരി. ഇന്ന് മാർച്ച് 8, അന്താരാഷ്ട്ര വനിതാ ദിനം. വനിതകളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ലോകമെമ്പാടും നടന്ന പോരാട്ടങ്ങളുടെ സ്മരണയിൽ ദീപ്തമാണ് ഈ ദിനം. ലിംഗസമത്വം, ലിംഗനീതി ഇവയൊക്കെ നേടിയെടുക്കാനായി ഇന്നും ആ പോരാട്ടം തുടരുന്നു, സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, വിവേചനങ്ങൾ ഇവയ്ക്കെതിരായ ബോധവൽക്കരണവും ഈ ദിനാചരണം ലക്ഷ്യം വെക്കുന്നു. 50%. ജയേ, ഞാൻ ഇറങ്ങുകയാണ്. നീ കഥ കടച്ചോ. അയ്യോ പോവല്ലേ ഏട്ടാ, ഒരു 5 മിനിറ്റ്. ഞാൻ ഈ ചോറൊന്ന് പോഞ്ഞെടുത്തോട്ടെ, ഉച്ചയ്ക്ക് കഴിക്കണ്ടേ? എന്തിനാ വയ്യാതെ ഇതൊക്കെ? ശരി, പെട്ടെന്നാട്ടെ. നമസ്കാരം. പ്രധാന വാർത്തകൾ.
ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ആൻസിയുടെ മൃതദേഹം ഇന്ന് പുലർച്ചെ കായൽക്കരയിൽ നിന്നും കണ്ടെത്തി. അതിക്രൂരമാമിതം കുട്ടി പീഡനത്തിനിരയായിരുന്നു. ആന്തരികാവയവങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് മരണകാരണം. വാളയാറിൽ ശരണ്യ, ഋത്വിക എന്നീ കുട്ടികളുടെ മരണത്തിലുള്ള കേസന്വേഷണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് തെളിയിക്കുന്നതാണ് അമ്മ ഭാഗ്യലക്ഷ്മിയുടെ മൊഴി. മകളങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആങ്ങളെയായിരുന്നു. ചെറിയ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ബന്ധു ഋത്വികയെ പലവട്ടം പീഡിപ്പിച്ചിരുന്നതായി പോലീസിന് മൊഴി നൽകിയിട്ടും ഇയാളെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു. ഋത്വികയുടെ മരണത്തിന് 52 ദിവസത്തിന് ശേഷമാണ് ശരണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഋത്വികയുടെ മരണവിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിഞ്ഞതുപോലുമില്ല. കോഴിക്കോട് കുറ്റ്യാടിയിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത 4 പേർ അറസ്റ്റിലായി. കായ്ക്കുടി സ്വദേശികളായ തിരുവനന്തപുരത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണ സംഘത്തിന് പിടിവള്ളിയായത് CCTV ദൃശ്യങ്ങൾ. കുട്ടിയെ ഉപേക്ഷിച്ചതിന് ശേഷം കോഴിക്കോട് പന്തീരാങ്കാവിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു. ജ്യൂസിൽ ലഹരിമരുന്ന് കലർത്തി 22-കാരിയെ 15 വയസ്സ് മാത്രമുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തത് സ്വന്തം അച്ഛനടക്കം 20ഓളം പേർ. ഫേസ്ബുക്ക് ചതിക്കുഴികൾ ഇനിയും അന്വേഷണം പുരോഗമിക്കുന്ന മയക്കുമരുന്ന് മാഫിയ ബന്ധം തുടങ്ങി കേരളത്തെ ഞെട്ടിച്ച പറശ്ശിനിക്കടവ് കൂട്ടബലാത്സംഗത്തിന് വഴിയൊരുക്കിയത് എന്താണ്? മാന്യ പ്രേക്ഷകർക്ക് നേർക്കുനേർ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആൻസി വധക്കേസാണ്. പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട് 12ാം ദിവസം പിന്നിടുമ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും പ്രതിയെക്കുറിച്ചുള്ള യാതൊരു വിവരം ലഭ്യമായിട്ടില്ല. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങാനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടി വീട്ടിലെത്തും വരെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? എപ്പോഴും ഇത് തന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. രാജീവേട്ടാ, രാജീവേട്ടാ, രാജീവേട്ടാ. എന്താ 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 രാജീവേട്ടാ, എന്താ പറ്റിയത്? മുഖമല്ലാതിരിക്കുന്നല്ലോ. കുട്ടികൾ കാത്തിരിക്കുകയല്ലേ? ട്യൂഷൻ സെന്ററിൽ പോണ്ടേ? ചെല്ല്. ഇതെന്താ ഇപ്പോ ഇങ്ങനെ? ഈ ടിവിയുടെ റിമോട്ട് എവിടെ? AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ചൂടൻ ത്രസിപ്പിക്കുന്ന വാർത്തകളുമായി നേരറിയിക്കാൻ ഞാനിതാ വന്നിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം നേര് ജെയിംസ്. ലൈംഗിക അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാകുന്ന പെൺകുട്ടികളിൽ ആരും ആശ്രയമില്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് അവരുടെ പീഡന കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഞങ്ങളുടെ പരിപാടി ഏറ്റവും കൂടുതൽ യുവാക്കൾ കാണുന്ന സീരീസ് അവൾക്കൊപ്പം ഇന്ന് 99 എപ്പിസോഡുകൾ പിന്നിടുകയാണ്. അവരെ പുനരധിവസിപ്പിക്കുന്നതിന് ചാനൽ സമാഹരിക്കുന്ന സഹായനിധി 26 കോടി രൂപ കവിഞ്ഞിരിക്കുകയാണ്. താഴെ കാണുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സഹായം എത്തിക്കാം. കാണാൻ മറക്കരുത്. ഇന്ന് രാത്രി 11 മണിക്ക് 99ാമത് എപ്പിസോഡ്, 99ാമത്തെ പീഡനകഥ. ആയൂരിലെ യുവതി, 21 വയസ്സ്. അവൾക്കൊപ്പം നിങ്ങളുടെ നേര് ജെയിംസ്. മറക്കാതെ കാണുക. ജേച്ചി. ആ നന്ദുവോ? വാ മോനെ. ദേ കുറച്ച് പച്ചക്കറിയാ, അമ്മാവൻ തന്നു വിട്ടതാ. ഈ അമ്മാവന്റെ ഒരു കാര്യം. അവിടെ എന്താ നന്ദു ഒരാളും ബഹളവും ഒക്കെ? അറിയില്ല ചേച്ചി, കുറെ ചാനലുകാരും അവരുടെ വണ്ടികളും ഒക്കെ ഉണ്ട്. ആട്ടെ, ഈ രാജീവേട്ടൻ എന്താ ഇത്ര വൈകുന്നത്? എനിക്കറിയില്ലടാ, വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു
ഇന്നലെ രാത്രി ഒത്തിരി വൈകിയും ആ കലിങ്ങിൻ്റെ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നുവെന്ന്. ഏട്ടൻ എന്തെങ്കിലും വയ്യായ്ക ഉണ്ടായിരുന്നു? എന്താ നന്ദു ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? അല്ല, അമ്മ പറയുന്നുണ്ടായിരുന്നു ഏട്ടന് കുട്ടിക്കാലത്ത് എന്തൊക്കെയോ വയ്യായ്ക ഉണ്ടായിരുന്നു എന്ന്. അതാ. ആ, ഞാനും കേട്ടിട്ടുണ്ട്. ഏട്ടൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് കഥകളച്ചിരിക്കുമായിരുന്നത്രേ. ആ, ഏട്ടൻ ദേ വരുന്നുണ്ട്. എന്നാ ഞാൻ പോയിക്കോട്ടെ. എടാ നന്ദു, നാളെ രാവിലെ പാലൽപ്പം നേരത്തെ എത്തിക്കണേ. എന്തിനാ ഈ ആവശ്യമില്ലാത്തവരെയൊക്കെ വീട്ടിൽ കയറ്റുന്നത്? എന്താ ഇത്? അത് നമ്മുടെ നന്ദു അല്ലേ? നന്ദു, ചന്തു എല്ലാവരും കണക്കാ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ആരാ ഈ രാത്രിയിൽ? ഓ, വരുന്നുണ്ട്. നീ ഒന്നും അറിഞ്ഞില്ലേ? എന്താ? കണ്ടില്ലേ, റോഡിലാകെ ചാനലുകാരാ. അവരുടെ വണ്ടികൾ പോലീസുകാർക്ക് പോലും വഴി കൊടുക്കുന്നില്ല. ഒരു മൈക്കും കൊണ്ട് ഒരു പെൺകൊച്ചി എന്നോടും എന്തൊക്കെയോ ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്താ അമ്മാവാ കാര്യം? നമ്മുടെ പോർട്ടർ രാഘവന്റെ ഇളയ മകളില്ലേ? അതെ. അവളെ ഇന്നലെ മുതൽ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. എന്തിന്? ആ കുഞ്ഞിന്റെ സ്വന്തം അമ്മാവൻ കുറെ നാളായി ആ കുഞ്ഞിനെ. നശിച്ചല്ലോ ഈ ലോകം. എന്റെ ദൈവമേ, എന്തൊരു വിധിയാണിത്. നാട്ടിലാകെ കള്ളും കഞ്ചാവും പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ ലഹരികൾ ഒഴുകുകയല്ലേ. എല്ലാ പേരും ബോധം കെട്ട് നടക്കുകയല്ലേ. ഞാൻ പറഞ്ഞില്ലേടാ, പെണ്ണിന്റെ മണം കിട്ടിയാൽ നായ്ക്കളായി തീരും ഈ ബോധം നശിച്ചവന്മാർ. നിർത്ത്, എനിക്ക് കേൾക്കണ്ട. ആണാണെന്ന് പറയാൻ തന്നെ നാണക്കേട്. പാവം ആ കുഞ്ഞ്. ലോകം എന്താണെന്ന് അറിയും മുമ്പേ. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? എനിക്ക് അല്പം സമാധാനം തരുമോ? ഇവനെന്താ ഇങ്ങനെ? എനിക്കറിയില്ല അമ്മാവ. കുറച്ച് ദിവസങ്ങളായി ഏട്ടൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ. എനിക്കാകെ പേടിയാവുന്നു. അവന് ഭയമുണ്ടാകും. ഒരു പെൺകുഞ്ഞല്ലേ ജനിക്കാൻ പോകുന്നത്. ശരിയാണ്. ഡോക്ടർ അത് പറഞ്ഞതിന് ശേഷമാണ് ഏട്ടൻ. ദൈവമേ, വീണ്ടും ഒരു പെൺകുഞ്ഞു കൂടി. എന്തിനാ വേദന തിന്നാനായി ലോകത്തേക്ക്? അമ്മാവാ, രാജീവേട്ടാ, വിഷമിക്കല്ലേ. എന്തെങ്കിലും കഴിക്കണ്ടേ? നീ പോയി സമാധാനമായി ഉറങ്ങും. പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഉറങ്ങിക്കോളൂ. മോളെ, മോളെ, മോളെ. രാജീവേട്ടാ, എന്താ? എന്ത് പറ്റി? വല്ല സ്വപ്നവും കണ്ടോ? സ്വപ്നമല്ല, സത്യം, സത്യം. ഇത് നോക്കിയേ, ഇത് നോക്കിയേ. തീവണ്ടിയിൽ നിന്ന് ഉന്തിയിട്ട ഒരു പെൺകുട്ടിയെ. ഇത് കണ്ടോ? ഈ മോളെ
പാവം എത്ര വെട്ടാണ് വെട്ടിയിരിക്കുന്നത്. എന്താ ഇത് രാജീവേട്ടാ? ഇത് കണ്ടോ, നീ ഇത് കണ്ടോ? 2 പെൺകുട്ടികളെ കെട്ടി തൂക്കി കൊന്നിരിക്കുന്നു. അതൊക്കെ അവിടെ വെക്ക് രാജീവേട്ടാ. എന്റെ ദൈവമേ, ഇവിടെ നോക്ക്. എന്തിനാ ഈ വാർത്തകളൊക്കെ വീണ്ടും വീണ്ടും വായിക്കുന്നത്? നീ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? ഞാൻ ഒന്നും കേൾക്കുന്നില്ല ഏട്ടാ. ഉണ്ട്, ഒരു തേങ്ങലാണ്. ഇല്ല, എന്റെ മോളുടെ തേങ്ങലാണ്. ഒന്നുമില്ല. ഇവിടുന്നാ വരുന്നത്. എന്റെ മോളുടെ തേങ്ങലാണ്. എല്ലാം ഏട്ടന്റെ തോന്നലാണ്. ഒന്നിന്റെ അടുത്തിരിക്കാമോ? ഒന്നുമില്ല ഏട്ടാ, എന്നോട് ചേർന്നിരിക്കും. നമ്മുടെ കുഞ്ഞിനെ നായ്ക്കൾ കടിച്ചു കീറുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയുമോ? എന്തൊക്കെയാ ഈ പറയുന്നത്? ഇല്ല, നമുക്ക് കഴിയില്ല. നമ്മുടെ മോളെ നമ്മൾ നോക്കിയാ പോരെ? എനിക്ക് പേടിയാവുന്നു ജയ, എനിക്ക് പേടിയാവുന്നു. ഒന്നുമില്ല. ഈ ലോകത്തിന് മൊത്തം ഭ്രാന്താണ്. ഈ ലോകം മൊത്തം ഭ്രാന്തന്മാരാണ്. രാജീവേട്ടാ, നീ രക്ഷപ്പെട്ടോ ജയശ്രീ, നീ രക്ഷപ്പെട്ടോളൂ. എന്തൊക്കെയാ ഈ പറയുന്നത്? എന്റെ മോളെയും കൊണ്ട് നീ രക്ഷപ്പെട്ടോ? എനിക്ക് പേടിയാവുന്നു ഏട്ടാ. നീ രക്ഷപ്പെടൂ, നീ രക്ഷപ്പെട്ടോ, നീ എന്നേക്കുമായി രക്ഷപ്പെട്ടോ. ഏട്ടാ, എന്റെ കഴുത്ത്. നീ രക്ഷപ്പെട്ടോ ജയശ്രീ, നീ രക്ഷപ്പെട്ടോ. എനിക്ക് ശ്വാസം മുട്ടുന്നു. അയ്യോ, എനിക്ക് വേദനിക്കുന്നു. ഇല്ല ഏട്ടാ, ഇല്ല, എന്റെ കഴുത്ത്. ഇനി വേദനിക്കില്ല, ഇനി നിനക്ക് വേദനിക്കില്ല, ഇനി നിനക്ക് വേദനിക്കില്ല ജയശ്രീ. ഈ ചെന്നായ്ക്കളുടെ ഇടയിൽ നിന്നും നീ രക്ഷപ്പെട്. എന്റെ മോളെ കൊണ്ട് നീ രക്ഷപ്പെട്. എന്റെ മോളെ കൊണ്ട് നീ രക്ഷപ്പെട് ജയശ്രീ, രക്ഷപ്പെട്. വർക്കലയിലെ ഗർഭിണിയുടെ കൊലപാതകം. കൊല്ലപ്പെട്ട ജയശ്രീക്ക് മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുണ്ടെന്ന് സംശയം. പ്രിയമുള്ളവരെ, വർക്കലയിലെ ഗർഭിണിയുടെ കൊലപാതകം പ്രതി ഭ്രാന്തനല്ല. ഭാര്യയ്ക്കുണ്ടായിരുന്ന അവിഹിത ബന്ധങ്ങൾ കാരണമാണ് കൊലപാതകമെന്ന് നേര് ലൈവിന്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിയുന്നു. ജയശ്രീയുടെ അവിഹിതത്തിന്റെ ചുരുൾ തേടിയുള്ള റിപ്പോർട്ട് ഇന്ന് രാത്രി 11 മണി മുതൽ ആരംഭിക്കുന്നു. മറക്കാതെ കാണുക. വിട പറയുന്നു നിങ്ങളുടെ നേര് ജെയിംസ്. ഇങ്ങനെയാണ് വാർത്തകൾ നിർമ്മിക്കപ്പെടുന്നത് അഥവാ വളച്ചൊടിക്കപ്പെടുന്നത്. ഒരു യാത്രക്കാരൻ പോലുമില്ല. എന്തിനാണ് ഈ സ്റ്റേഷൻ ഇങ്ങനെ? ചിലപ്പോൾ തോന്നും ഈ സ്റ്റേഷന് തീവച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന്. ഈ സ്റ്റേഷൻ വിട്ടുപോകാൻ എനിക്കാവില്ല. ഒരു അപകടങ്ങൾക്കും ഞാൻ കാരണക്കാരനാവരുത്. ഒരേ പാളത്തിൽ 2 തീവണ്ടികൾ ഓടരുത്. പിഞ്ചു കുഞ്ഞുങ്ങൾ അലറിക്കരയരുത്. വിധവകൾ ഉണ്ടാകരുത്. അതിന്
ഈ കൊടി വീശാൻ ഞാനിവിടെ ഉണ്ടാവണം. അതെ അതെ, മുംബൈക്കുള്ള ശതാബ്ദി എക്സ്പ്രസ് ആണോ ആ പോയത്? അതെ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ആദ്യമായിട്ടാണ് ഒരു യാത്രക്കാരൻ ഇവിടെ. ഇനി അടുത്ത ട്രെയിൻ വെളുപ്പിന് 2 മണിക്ക്. ഹോ, നാശം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കതിന് കഴിയുമെന്ന്. അതെ, ഒന്ന് നിൽക്കൂ. എന്തൊരു നശിച്ച മഴയാണിത്. ഇതൊന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ. ഇത്രയും ശപിക്കപ്പെട്ട ഒരു ദിവസം മുമ്പുണ്ടായിട്ടില്ല. ഇനി എത്ര നേരം ഒറ്റയ്ക്ക്. ഒരു സിഗരറ്റ് എടുക്കാനുണ്ടാകുമോ? നിങ്ങൾ ആരാണ്? ഞാൻ ആരെങ്കിലും ആകട്ടെ, ഒരു സിഗരറ്റ് എടുക്കാനുണ്ടാകുമോ? സോറി, എനിക്ക് ദുശീലങ്ങളൊന്നുമില്ല. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. നിങ്ങളെപ്പോലെ ഒരു യാത്രക്കാരൻ കുറച്ചു മുമ്പ് കടന്നുപോയ ആ ട്രെയിനിൽ നിന്നുമാണ് ഞാനിവിടെ ഇറങ്ങിയത്. ഓ, എനിക്ക് പോകേണ്ടിയിരുന്ന ട്രെയിൻ. എൻ്റെ ലക്ഷ്യസ്ഥാനം ഈ സ്റ്റേഷൻ ആയിരുന്നില്ല. ഓ, അപ്പോൾ നിങ്ങളും എന്നെ പോലെ മുംബൈക്ക് പോകേണ്ടിയിരുന്ന ആളായിരുന്നു. കൊള്ളാം, ഇതെന്ത് വിരോധാഭാസം. ഒരാൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രാമധ്യേ ഇറങ്ങേണ്ടി വരിക, മറ്റൊരാൾക്കത് ആരംഭത്തിൽ തന്നെ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ നഷ്ടപ്പെടുക. എന്തായാലും ഈ വിജനമായ സ്റ്റേഷനിൽ എനിക്കൊരു കൂട്ടായല്ലോ. ഞാൻ ജെയിംസ് വില്യംസ്. സ്വന്തമായി ഒരു വാർത്താ ചാനലുണ്ട്. അറിയാം, നേര് ജെയിംസ് എന്നല്ലേ നിങ്ങൾ നിങ്ങളെ തന്നെ വിളിക്കുന്നത്? ആഹാ, അത് കൊള്ളാമല്ലോ. താങ്കളെ ആർക്കാണ് അറിയാത്തത്? വാർത്തകളുടെ പിന്നാമ്പുറം തേടി പായുന്നവരുടെ മത്സരമാണല്ലോ ഇന്ന്. അല്ല, വാർത്തകൾ ഉണ്ടാക്കുന്നവർ. അതെ, വലിയ മത്സരമുള്ള മേഖലയാണിത്. പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്. ജനങ്ങൾക്കെന്നും പുതുമയുള്ള വാർത്തകൾ തന്നെ വേണം. ഇല്ലെങ്കിൽ അതുണ്ടാക്കിയല്ലേ പറ്റൂ. വാർത്താ ചാനലുകളും പത്രങ്ങളും ഉൾപ്പെടുന്ന മാധ്യമ ലോകം രാജ്യം ഇന്ന് എന്ത് ചിന്തിക്കണം എന്ന് കൽപ്പിക്കുന്നു. തീർച്ചയായും ഏറ്റവും സാമൂഹ്യ പ്രസക്തമായ വിഷയം കണ്ടെത്തുക എന്നതിലല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് എന്ത് എന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. ക്ഷമിക്കണം, എന്നോട് മുഷു തോന്നുന്നുണ്ടാവും അല്ലേ? എന്തിന്? മൂല്യങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ ചാനൽ പൂട്ടും. അത് പോട്ടെ, ഞാൻ ആരാണെന്ന് പറഞ്ഞില്ല. ഒരു ഹസ്തദാനം പോലും തന്നില്ല. ഈ ഔപചാരികതയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ വിലപ്പെട്ട സമയമാണ് ഇവിടെ നഷ്ടമാകുന്നത്. എന്തായാലും നമ്മൾ അടുത്ത വണ്ടിക്ക് വേണ്ടി ഇവിടെ കാത്തിരുന്നേ മതിയാകൂ. അതെ, വെളുപ്പിന് 2 മണിവരെ സമയമുണ്ട്. നമ്മുടെ യാത്രയ്ക്ക് സമയമാകുന്നതേ ഉള്ളൂ ജെയിംസ്. ഇതൊരു നശിച്ച മഴ തന്നെ. ശക്തി കൂടിക്കൂടി വരികയാണ്. ശരിയാണ് ജെയിംസ്, ഇതൊരു നശിച്ച രാത്രിയാണ്. ഞാനിപ്പോഴാണ് നിങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചത്. ഒരു ദൂരയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊന്നുമില്ല, ഒരു ബാഗ് പോലുമില്ല. നിങ്ങൾ ശരിക്കും ആരാണ്? താങ്കളുടെ ആകുലത ഞാൻ മനസ്സിലാക്കുന്നു. താങ്കൾക്ക് അറിയാനുള്ളതും എനിക്ക് പറയാൻ ആഗ്രഹമില്ലാത്തതും ഞാൻ ആരാണ് എന്നുള്ളതാണ്. സുഹൃത്തെ,
ഞാൻ ദുരൂഹതകൾ ഇഷ്ടപ്പെടുന്നവനാണ്. എൻ്റെ തൊഴിലും അതാണ്. എന്തിലും ഒരു ദുരൂഹത കണ്ടെത്തുക, എന്നിട്ട് അത് വാർത്തയാക്കുക. അല്ല, വാർത്തകൾ സൃഷ്ടിക്കുക. ഏതായാലും ഒരു കാര്യം പറഞ്ഞേ മതിയാകും. മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പെരുമഴയത്ത് ഈ ഒറ്റപ്പെട്ട സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങിയത് എന്തിനു വേണ്ടി? താങ്കളൊരു മദ്യപാനിയോ വിഷാദരോഗിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ യാത്ര തിരിക്കുമ്പോൾ എന്നോടൊപ്പം ആ കമ്പാർട്ട്മെന്റിൽ വളരെ കുറച്ച് യാത്രക്കാർ മാത്രം. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്കരികിലായി അയാളും. ജെയിംസ്, ഞാൻ നിങ്ങൾക്കൊരു ദൃശ്യം കാട്ടിത്തരാം. ആരാണവർ? സൂക്ഷിച്ചു നോക്കൂ ജെയിംസ്. കഴിഞ്ഞ മാസത്തെ നിങ്ങളുടെ ചൂടുള്ള വാർത്തകളിലെ ഇര. തുഷാര? അതെ ജെയിംസ്, ആത്മഹത്യക്ക് ശ്രമിച്ച ഗവേഷക വിദ്യാർത്ഥിനി. ഗൈഡായ അധ്യാപകന്റെ ലൈംഗിക പീഡനത്തിൽ മനംനൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പെൺകുട്ടി. ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ അങ്ങനെയായിരുന്നു. പെൺകുട്ടിയുടെ ബോധവും നഷ്ടപ്പെട്ടിരുന്നല്ലോ. സത്യം അതല്ല ജെയിംസ്. നിങ്ങൾ എന്തിനീ കഥകൾ പ്രചരിപ്പിക്കുന്നു? സത്യത്തിനായി അല്പം കാത്തിരിക്കാത്തതെന്ത്? ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന തുഷാര പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഏക ആശ്രയമായിരുന്ന അവളുടെ അമ്മയുടെ വേർപാട് അവളെ കടുത്ത മാനസിക ആഘാതത്തിലേക്കും ഡിപ്രഷനിലേക്കും തുടർന്ന് ആത്മഹത്യാ ശ്രമത്തിലേക്കും എത്തിക്കുകയായിരുന്നു. പെൺകുട്ടികളുടെ ആത്മഹത്യാ ശ്രമങ്ങളിൽ ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് സ്വാഭാവികം. പിന്നെ എന്തിന്? സത്യം അതല്ലെങ്കിൽ ആ പ്രൊഫസർ എന്തിന് ആത്മഹത്യ ചെയ്തു? റിട്ടയർ ചെയ്യാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ള കുടുംബവും കുട്ടികളും പേരക്കുട്ടികളുമുള്ള ഒരു മാന്യനായ അധ്യാപകനെയാണ്, ഒരു പാവം നിരപരാധിയാണ് നിങ്ങൾ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയത്. നിങ്ങൾക്ക് ആ പെൺകുട്ടി എങ്ങനെ അറിയാം? അവൾ ആശുപത്രിയിലായിരുന്നല്ലോ. സംസാരശേഷിയും നഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾ ആ പെൺകുട്ടിയെ മറന്നു. പുതിയ വാർത്തകൾ തേടി ഓടുന്നു. നിങ്ങൾ ചവിട്ടിമെതിച്ചു പോകുന്ന ഇരകൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ തിരക്കാറുണ്ടോ? ജനങ്ങൾക്ക് പുതിയ വാർത്തകൾ വേണം. പഴയതിൻ്റെയൊക്കെ ചൂടാറിപ്പോവില്ലേ? ഇല്ല ജെയിംസ്, ആ സത്യം ഇന്നവൾ കോടതിയിൽ പറയും. അവൾക്ക് സംസാരശേഷി വീണ്ടും കിട്ടി. അവൾ ഏറെ സ്നേഹിച്ചിരുന്ന പിതൃതുല്യനായ അധ്യാപകന്റെ നിരപരാധിത്വം ഇന്നവൾ കോടതിയിൽ ബോധിപ്പിക്കും. പ്രതിസുത വരനോടൊപ്പം അവൾ പോകുന്നത് കോടതിയിലേക്കാണ്. കൊള്ളാമല്ലോ, ഇതൊരു പുതിയ വാർത്തയാകും. പക്ഷേ നിങ്ങൾക്കതൊരു നല്ല വാർത്തയായിരിക്കില്ല ജെയിംസ്. കള്ളക്കഥകൾ പ്രചരിപ്പിച്ച നിങ്ങൾക്കെതിരെ അവൾ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യും. മരിച്ചുപോയ ആ നല്ല മനുഷ്യന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം അത് നിങ്ങൾക്കുള്ളതാണ് ജെയിംസ്. പക്ഷേ എല്ലാ മാധ്യമങ്ങളും ഈ കഥ തന്നെയാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് നിങ്ങൾ. താങ്കൾ ആരാണ്? എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. പേടിക്കണ്ട ജെയിംസ്, ആ പെൺകുട്ടിക്കുന്ന്
കോടതിയിലെത്താൻ കഴിയില്ല. നിങ്ങൾ വീണ്ടും വിജയിച്ചു. എന്നിട്ട് ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾ എങ്ങനെ ഈ സ്റ്റേഷനിൽ ഇറങ്ങി? പാതിയടച്ചിട്ട ജന്നൽപ്പാളികളിലൂടെ ഒരു കാറ്റരിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. അതവളുടെ തലമുടിയിഴകളിൽ തഴുകിക്കൊണ്ട് കടന്നുപോയി. അതിനൊരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു, മരണത്തിന്റെ ഭാവം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അയാൾക്ക് തിരിച്ചറിയാനുള്ള സമയമാകുന്നതേ ഉള്ളൂ ജെയിംസ്. തന്റെ ചുമലിൽ മയങ്ങുന്ന ആ പെൺകുട്ടി ഇനി ഉണരില്ല എന്നയാൾക്കറിയില്ല. പാവം. മരണമെന്നെ തൊടുന്നതിൻ മുൻപേ നിഴലു പോലെന്നെ ഇറുകെ പിടിക്കനീ തരള നിശ്വാസ ചുംബനം കൊണ്ടെൻ്റെ നെറുകിലെ കനൽ ചൂടേറ്റുവാങ്ങനീ ഇനി നമുക്കില്ലര. അത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? താങ്കൾക്ക് എങ്ങനെ മരണത്തെ മുൻകൂട്ടി കാണാനാകും? എങ്കിൽ താങ്കൾ ശരിക്കും ആരാണ്? രംഗബോധമില്ലാത്ത കോമാളിയാണല്ലോ മരണം. അതിന് ഋതുഭേദങ്ങളില്ല, കാലങ്ങളില്ല. എവിടെയും എപ്പോഴും കടന്നെത്തുന്ന അതിഥിയാണല്ലോ മരണം. പ്ലീസ് പ്ലീസ്, ദയവ് ചെയ്ത് ഈ ചിരിയൊന്ന് ഒഴിവാക്കൂ. എനിക്ക് ഭയമാകുന്നു. താങ്കൾക്ക് ഭയമോ? കയ്യിലൊരു മയക്കും സ്വന്തമായൊരു ചാനലുമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള അഹന്തയാണ് താങ്കൾക്ക്. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ പൂട്ടിക്കെട്ടുകയാണ്. നിങ്ങളുടെ വാർത്തകൾക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഭയം പോലും. നിങ്ങളിലാകെ ഒരു ദുരൂഹത. എന്നെ വെറുതെ വിടൂ പ്ലീസ്. താങ്കൾക്ക് എന്തിലും ദുരൂഹതയാണല്ലോ കാണാൻ കഴിയുന്നത്. നേരിന്റെ കണ്ണുകൾ തുറക്കൂ സഹോദര. കപട മാധ്യമത്തിന്റെ കഴുകൻ കണ്ണുകൾ അടയ്ക്കൂ. എനിക്ക് മാപ്പ് തരൂ. എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. അയ്യോ, നിങ്ങളുടെ ശരീരം തണുത്തു മരവിച്ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണികൾ ഉയർന്നു നിൽക്കുന്നു. നിങ്ങൾക്ക് ചുറ്റും നിഴലുകളുമില്ല. ജെയിംസ്, ഞാനും നീയും മരണമടഞ്ഞവരാണ്. ഞാൻ പ്രൊഫസർ ജഗന്നാഥൻ, തുഷാരയുടെ ഗൈഡ്. നിങ്ങൾ പീഡനക്കേസിൽ പ്രതിയാക്കിയ പാവം മനുഷ്യൻ മാനനഷ്ടം മൂലം ആത്മഹത്യ ചെയ്തതാണ്. അപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് കടന്നുപോയ ആ ശതാബ്ദി എക്സ്പ്രസ്, ഇടിവെട്ടി പെയ്യുന്ന ഈ മഴ, എന്താണ് ഇതിനൊക്കെ അർത്ഥം? ഞാൻ എവിടെയാണ്? ജെയിംസ്, ഇവിടെ ഒരു തീവണ്ടിയും വരില്ല. വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ടതാണ് ഈ സ്റ്റേഷൻ. ഇത് ഞങ്ങളുടെ ഇടമാണ്. പ്രേതാത്മാക്കൾ യാത്ര ചെയ്യുന്ന ഇടം. ഞാൻ ജയശ്രീ. എന്റെ മരണം നിങ്ങൾ ആഘോഷിച്ചിട്ട് 1 വർഷമാകുന്നു. അതപ്പതിച്ച ഒരു സമൂഹവും പെരുപ്പിച്ച് കാണിക്കുന്ന വാർത്തകളും ഒരു പാവം മനുഷ്യന്റെ മനസ്സിന്റെ താളം തെറ്റിച്ചു. ജീവന് തുല്യം അയാൾ സ്നേഹിച്ച ഭാര്യയും ജനിക്കാനിരിക്കുന്ന മകളെയും അയാൾ കൊലപ്പെടുത്തി. അദ്ദേഹം ഈ സമൂഹത്തിന്റെ പ്രതീകമാണ്. മരണത്തിനും നിങ്ങൾ എന്നെ വെറുതെ വിട്ടില്ല. അഭിസാരികയും ദുർനടപ്പുകാരിയുമാക്കി. എന്തു നേടുന്നു നിങ്ങൾ? എനിക്ക് കാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഞാനും നിങ്ങളും ചേതനയറ്റവരാണ് ജെയിംസ്. പ്രേതാത്മാക്കൾ. ഞാൻ മരിച്ചെന്നോ? അപ്പോൾ എന്റെ പ്രോഗ്രാം
അവൾക്കൊപ്പമെന്ന് ജനങ്ങൾ കാത്തിരിക്കുന്ന പരിപാടിയുടെ സമയമാകുന്നു. എനിക്ക് പോകണം, പ്ലീസ്. പോകാൻ കഴിയില്ല ജെയിംസ്. 100ാമത്തെ പെൺകുട്ടിയുടെ ജീവിതകഥ വിൽക്കാൻ നിങ്ങൾക്കാവില്ല. നിങ്ങൾ അവസാനിച്ചിരിക്കുന്നു. എനിക്ക് മാപ്പ് തരൂ, എന്നെ പോകാൻ അനുവദിക്കൂ. കഴിയില്ല ജെയിംസ്. എന്റെ ദൈവമേ, എനിക്ക് എന്താണ് പറ്റിയത്? പറയാം ജെയിംസ്, നമുക്ക് കാലചക്രത്തെ അല്പം പുറകോട്ട് ചലിപ്പിക്കാം. ഓർമ്മയുണ്ടോ കഴിഞ്ഞ രാത്രി? അവശരും പീഡിതരുമായ പെൺകുട്ടികളുടെ പുനരധിവാസം എന്ന നിന്റെ പരിപാടി, അവൾക്കൊപ്പം അതിൽ നിന്നും പിരിച്ചെടുക്കുന്ന ലക്ഷ്യങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ടോ നിങ്ങൾ? നന്മമരം. പീഡനങ്ങൾക്കിരയായി കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് താങ്കളെ കാണുന്നത്. ഓർമ്മയുണ്ടോ ആ പെൺകുട്ടിയെ? ഇരകളെ നേരിൽ കണ്ട് കഥകൾ കേട്ട് അവ എപ്പിസോഡുകളായി വിൽക്കുന്നു. നിന്റെ 100ാമത്തെ എപ്പിസോഡിലെ പെൺകുട്ടിയെ, കഴിഞ്ഞ രാത്രിയിലെ ഇന്റർവ്യൂ ഓർത്തു നോക്കൂ ജെയിംസ്. നന്നായി ഒന്ന് ഓർത്തു നോക്കൂ. ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിനമാണ്. അവൾക്കൊപ്പം എന്ന ഏറ്റവും പ്രേക്ഷകരുള്ള എൻ്റെ പരിപാടി 99 എപ്പിസോഡുകൾ പൂർത്തിയാക്കുന്നു. ഇന്നിതാ 100ാമത്തെ എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്യാനും പോകുന്നു. എനിക്ക് രക്ഷപ്പെടണം സാർ. പക്ഷേ എൻ്റെ കഥ എന്നെ കാണിക്കാതിരിക്കാൻ കഴിയുമോ? മെർലിൻ, നീയാണ് എൻ്റെ 100ാമത്തെ പെൺകുട്ടി. നീ ഈ പരിപാടി കണ്ടിട്ടല്ലേ എന്നെ വിളിച്ചത്? നിന്റെ പേരോ മുഖമോ ഒന്നും കാണില്ല. മുഖം മാസ്ക് ചെയ്യും. പക്ഷേ എൻ്റെ കഥ അറിയാതെ ആൾക്കാർ എങ്ങനെ നിന്നെ സഹായിക്കും? സിമ്പതി കിട്ടണ്ടേ? നിനക്ക് നല്ലൊരു ജോലി ആരെങ്കിലും തരും, ധനസഹായവും കിട്ടും. ഗവൺമെന്റിന്റെ പുനരധിവാസ പദ്ധതിയിലെങ്കിലും ഉൾപ്പെടുത്തുകയും ചെയ്യും. എനിക്ക് രക്ഷപ്പെടണം. എൻ്റെ ശരീരത്തിന് അവകാശം പറഞ്ഞ് ഇനി ആരും വരരുത്. എനിക്ക് രക്ഷപ്പെടണം. ഞാൻ പറയാം സാർ. ധൈര്യമായി പറയൂ. ചാനലിന്റെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകണം. നിന്റെ കഥ കേൾക്കുമ്പോൾ പറയൂ, നിനക്ക് രക്ഷപ്പെടണ്ടേ? ഞങ്ങൾ 2 പെൺകുട്ടികളായിരുന്നു. അച്ഛൻ കുഞ്ഞിലേ ഉപേക്ഷിച്ചു പോയി. അമ്മ വീട്ടുവേല ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. റെയിൽവേ പുറമ്പോക്കിലെ ഒരു കൊച്ചു വാടക വീട്ടിലാണ് ഞങ്ങൾ വളർന്നത്. കാലം പെട്ടെന്ന് കടന്നുപോയി. ഞാനും എൻ്റെ അനുജത്തിയും വലിയ പെൺകുട്ടികളായി. ഈ പ്രായത്തിലും അമ്മ വീട്ടുജോലിക്ക് പോയിരുന്നു. 6 മാസം മുൻപ് എൻ്റെ ഡിഗ്രി പരീക്ഷയുടെ അന്ന് അമ്മയ്ക്ക് വയ്യാണ്ടായി.
ഓടിയെത്താനുള്ള തിരക്കിൽ എൻ്റെ അനിയത്തി ഒരു ലോറിക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയി. ഞാനും വയ്യാത്ത അമ്മയും ഒറ്റയ്ക്കായി. അവൾ പിന്നെ വീട്ടിലേക്ക് വന്നിട്ടേയില്ല. പെട്ടെന്നൊരു ദിവസം എന്നെ തനിച്ചാക്കി അമ്മ പോയി. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു നിന്നു. വിവരമറിഞ്ഞ് എൻ്റെ അനുജത്തിയും ഭർത്താവും എത്തി. അവൾ ഗർഭിണിയായിരുന്നു. കൂടുതൽ വിഷമത്തോടെ, സങ്കടത്തോടെ പറയൂ. അമ്മയെ അടക്കാൻ ഒരു തരി മണ്ണോ കയ്യിൽ 5 പൈസയോ ഇല്ലാതെ എന്നെ സഹായിച്ചത് അനിയത്തിയുടെ ഭർത്താവായിരുന്നു. അനിയൻ. എൻ്റെ പഠിത്തം മുടങ്ങി. അമ്മ പൂർത്തിയാക്കാൻ ബാക്കി വെച്ച അന്യൻ്റെ എച്ചിൽ പാത്രങ്ങൾക്കിടയിലേക്ക് ഞാനും എത്തി. മാസങ്ങൾക്ക് മുൻപ് ഒരു ഇടവപ്പാതി രാത്രിയിൽ എൻ്റെ അനുജത്തി നിറവയറുമായി നിൽക്കുമ്പോൾ എന്നെ തേടി അവൻ വന്നു. ഞാൻ മനസ്സിൽ അനിയനെന്ന് വിളിച്ചിരുന്നവൻ. അവൻ എന്നെ ഞാൻ ഒരുപാട് എതിർത്തു നോക്കി. അവൻ എന്നെ ഒരുപാട് തല്ലി. ആ മഴയത്ത് എൻ്റെ കരച്ചിൽ ആരും കേട്ടില്ല. ആ കീഴ്പ്പെടുത്തലിന് ഒരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. എൻ്റെ അനുജത്തിയുടെയും പിറക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെയും ജീവന്റെ വിലയുള്ള ഭീഷണിയുടെ സ്വരം. എനിക്ക് വഴങ്ങേണ്ടി വന്നു. പിന്നെ ഒരുപാട് രാത്രികൾ. അവൻ എന്നെ മടുക്കാൻ തുടങ്ങിയപ്പോൾ പുതുമ തേടി അലയുന്നവർക്ക് എന്നെ കാട്ടിക്കൊടുക്കാൻ തുടങ്ങി. ഇല്ല, അതിനെന്നെ കിട്ടില്ല. എനിക്ക് രക്ഷപ്പെടണം. ഞാൻ ഓടി രക്ഷപ്പെട്ടു. എനിക്ക് അഭയം വേണം. വയ്യ വയ്യ, രക്ഷപ്പെടണം എനിക്ക്. സാറിന്റെ പരിപാടിയിലൂടെ എനിക്ക് രക്ഷപ്പെടണം എനിക്ക്. മതി, ഇനി കരയണ്ട. നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. ഈ നഗരത്തിന് പുറമേ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ സാറേ. താഴെ അഴുക്കുചാലാണ്. അവിടെ ഞങ്ങളെപ്പോലുള്ളവരുണ്ട്. മെർലിൻ, നിന്നെ ഞാൻ സഹായിക്കാം. പകരം നീ എനിക്ക് എന്താണ് തരിക? എന്റെ കയ്യിൽ എന്താണുള്ളത് സാറേ? നീയാണ് എന്റെ സമ്മാനം. ഞാൻ പോകട്ടെ. എവിടെ പോകാൻ? നിനക്ക് രക്ഷപ്പെടണ്ടേ? എന്റെ കഥ നിങ്ങൾ കേട്ടതല്ലേ. ഇനി ആർക്കും ഞാൻ കീഴ്പ്പെടില്ല. നിന്റെ കഥ കേൾക്കുക മാത്രമല്ല, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. മെർലിൻ, നീയൊരു ബുദ്ധിയുള്ള കുട്ടിയല്ലേ? ഇങ്ങനെയാണോ നിങ്ങൾ എല്ലാ പെൺകുട്ടികളെയും രക്ഷിച്ചത്? എനിക്ക് രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയും. കാരണം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. നിന്റെ വിധി എനിക്ക് മാറ്റാൻ കഴിയും. എന്നെ രക്ഷിക്കണം സാറേ. എന്നെ രക്ഷിക്കണം സാറേ. നാളത്തെ നിന്റെ ജീവിതം മാറിമറിയാൻ പോവുകയാണ് മെർലിൻ. വരൂ, പുലരാൻ രാത്രി ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. വരൂ. കഥ മാറിയ പെണ്ണേ, കനലാടിയ പെണ്ണേ, വഴി തേടിയ കണ്ണേ, വിധി മാറിയതെന്തേ? കഴുകന്മാർ തിരയും മേട്ടിൽ ഇരയായൊരു കുഞ്ഞേ, കുറുനരികൾ മേയും കാട്ടിൽ
ഉരുകിയ ചെറുപ്രാവേ ഇരുളുന്നു സ്നേഹം മനസ്സിൽ ഉരുകുന്നു നീയെവിടെയും ഇനിയുണ്ടോ പുതിയൊരു ലോകം നിന്നിനവിൻ തളിരുകൾ വിരിയാൻ ഇനിയുണ്ടോ പുതിയൊരു ലോകം നിന്നിനവിൻ തളിരുകൾ വിരിയാൻ ഒരു ജെയിംസ് പോയാൽ പകരം ഇവിടെ 1000 ജെയിംസ്മാർ ഉയർത്തെഴുന്നേൽക്കും. അവർ കാളി കത്തിക്കാനും നിറം പിടിപ്പിക്കാനും തക്ക ഒരു മോശം വാർത്തകൾക്കും നമ്മൾ കാരണക്കാരാകരുത് എന്ന് പ്രതിജ്ഞയെടുക്കാം. ഇന്ത്യയിൽ ഓരോ 20 മിനിറ്റിലും ഒരു സ്ത്രീ ലൈംഗികാക്രമണത്തിന് ഇരയാകുന്നുണ്ട്. അവൾക്ക് വേണ്ടത് അവകാശങ്ങളല്ല, സുരക്ഷയാണ്. വീട്ടിനുള്ളിലും പുറത്തും അവൾ സുരക്ഷിതയാണെന്ന ഉറപ്പ്. സ്ത്രീയെ അപമാനിക്കുന്നിടത്ത്, അവളെ അവഹേളിക്കുന്നിടത്ത് പുരോഗതിയില്ല എന്ന് നാം തിരിച്ചറിയണം. നാളത്തെ പുലരി നല്ല വാർത്തകളുടേതാവട്ടെ. നമുക്ക് യാത്ര തുടരാം.